ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ വീഡിയോ വേട്ടക്കാരൻ ബ്ലോഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം വേട്ടക്കാരൻ. അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോ ഇട്ട് വന്നേക്കാണ്. നമ്മൾ നേരെ ഫിഷിംഗ് റോഡ് പർച്ചേസ് ചെയ്യാൻ പോവാണ്. നമ്മളിവിടെ ദുബായിൽ വന്നപ്പോൾ 1.5 ഇയർ ആവുന്നു. ഇതുവരെയായിട്ട് എനിക്കൊരു ഫിഷിംഗ് റോഡ് റീല് മേടിച്ച് എനിക്ക് ഫിഷിങ്ങിന് പോകാൻ മര്യാദയ്ക്ക് പറ്റിയിട്ടില്ല സെൽഫായിട്ട്. മറ്റുള്ളവർ ഫിഷ് ചെയ്യുന്ന വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടെങ്കിലും അപ്പോൾ നമ്മൾ ഇന്നതായാലും അടിപൊളിയായിട്ട് റോഡ് റീൽ എടുക്കാൻ പോവാണ്. ഞാൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയേക്കാണ്. അപ്പോൾ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇതാണ് ഷാർജ റോളയിലാണ് സ്ഥലം, റോള കോർണിഷിൻ്റെ അവിടെ. അപ്പം ഇതാണ് നമ്മൾ നോക്കി വെച്ചിരുന്ന സാധനം. പക്കി കണ്ടോളൂ. അപ്പം ഇതാണ് കട. ഇപ്പം ലാസ്റ്റ് ഡൈവേൻ്റെ സ്റ്റീപ്പ് ഫയറിൽ നമ്മൾ ഒതുങ്ങി നിൽക്കുകയാണ്. വേറൊരു കിണ്ണ സാധനം എടുപ്പുണ്ടായിരുന്നു, നെക്സ്റ്റ് മന്ത് വരുമ്പോൾ വാങ്ങാം. ഇതിപ്പോൾ ഷിമാനോ FX 3000 തന്നെ എൻ്റെ നാട്ടിൽ ഞാൻ യൂസ് ചെയ്ത പിന്നെ വൈൽഡ് കാറ്റിൻ്റെ ഒപ്പം യൂസ് ചെയ്ത കോംബോ തന്നെയാണ് യൂസ് ചെയ്തേക്കണത്. ഇവിടെ എല്ലാത്തരം ആക്സസറീസ് ഇരിപ്പുണ്ട്, റോഡ് റീല് ഇതൊക്കെ ഇരിപ്പുന്നുണ്ട്. അപ്പോൾ അതേ സ്ഥലം അടിപൊളിയാട്ടോ. വൈകുന്നേരം ഒരു യാട്ട് കിടക്കണം കേട്ടോ. ഇവിടെ പ്രൈവറ്റ് അറബികളുടെ സ്ഥലമാണ്, ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. പിന്നെ ഇതൊന്നും ഞാനൊന്നും യൂസ് ചെയ്തില്ല, എനിക്കിതൊന്നും ഇഷ്ടമല്ല. ഈ ചെറിയ സാധനങ്ങൾ കൊണ്ടുനടക്കാൻ എളുപ്പമാണ്, ഞാനും യൂസ് ചെയ്യാറില്ല. അപ്പം അങ്ങനെ കുറേ കണിപ്പം ചെയ്തിരിക്കുന്നത് ചെറുതരം. അപ്പം അങ്ങനെ കുറേ ഓക്കെ. അപ്പോൾ ഉദ്ഘാടനം അപ്പം നമുക്കൊരു പണി പറ്റി. നമ്മളിപ്പോൾ ഇതെടുത്തു, ഷിവലും ലോക്ക് സെറ്റ് എടുത്തു, കുറച്ച് നോർമൽ ബേസിക് ഹുക്സ് എടുത്തു, പിന്നെ നമ്മുടെ C3000 എടുത്തു, ഷിമാനോ ബ്രൈറ്റ് ലൈൻ എടുത്തു, നമ്മുടെ റോഡ്, പിന്നെ അതിൻ്റെ കൂടെ കിട്ടേണ്ട ബാഗുണ്ട്. അപ്പം ഇതെല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉള്ള ബാഗ്, ക്യാരി ബാഗ് ഉള്ളത് ചെറിയ ബാഗാണ്. നമുക്കൊരു 9 ഫീറ്റിൻ്റെ റോഡാണിത്. ഇത് ക്യാരി ചെയ്യുന്നതുകൊണ്ടുള്ള ക്യാരി ബാഗ് ഇവിടെ ഇല്ല. അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടാണ്. മറ്റേതെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ നാട്ടിൽ നമ്മൾ നടന്ന പോലെ അടിപൊളിയായിട്ട് നടക്കായിരുന്നു, ഫുൾ സെറ്റായിട്ട്. ഇപ്പോൾ ഉള്ളതും കൊണ്ട് മിന്നിക്കാം. ഇത് ഇത്രയും സാധനം മൊത്തത്തിൽ 300 ദറംസോളായി. നാട്ടിൽ ഏകദേശം ഒരു എത്രയാണ് 300 ദറംസ് എന്ന് പറയുമ്പോൾ 7,000, 7,500, 8,000 രൂപയോളം വരുമായിരിക്കും. 8,000 രൂപയോളം വരുമായിരിക്കും. കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞാൻ ഇടാം നാട്ടിൽ ഫണ്ട് എന്തോരം വരുമെന്ന്. അപ്പം അങ്ങനെ. അപ്പം ഗൈസ്, നമ്മളിതേ സാധനം എടുത്തു, സ്റ്റീപ്പ് ഫയർ, പിന്നെ നമ്മുടെ ഷിമാനോ എടുത്തു. നമുക്ക് ഡിസ്കൗണ്ട് എന്നും പറഞ്ഞുകൊണ്ടൊരു ജിഗ് തന്നിട്ടുണ്ട് ഫ്രീ ആയിട്ട്. പിന്നെ അതിൻ്റെ ഒപ്പം എന്താണ് നമ്മളെ സിവല്, പിന്നെ ഹുക്ക് സെറ്റ് എല്ലാം എടുത്തു. അപ്പോൾ എല്ലാം കഴിഞ്ഞു. ഭയ്യ ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ് करो बोल रहे हैं. ठीक है भाई. അപ്പോൾ ലൊക്കേഷൻ ഷെയർ करना है. ലൊക്കേഷൻ കാണിച്ചു തരാം. നല്ല ബ്യൂട്ടിഫുൾ സൺസെറ്റ് ആണ് നമ്മുടെ സ്ഥലം. അപ്പോൾ ഇവിടെ റോളയാണ്, റോളയിലെ പോർട്ടിൻ്റെ അവിടെ, കോർണിഷിൻ്റെ അവിടെയാണിത്. കടയുടെ പേര് ഇതേ കാണിച്ചു തരാം. ഇതാണ്. പിന്നത്തെ ഈ ഈവനിങ്ങിൻ്റെ ഒപ്പം അടിപൊളിയായിട്ടുള്ള ഈ പോർട്ടിൽ നിന്ന് ഞാൻ എന്താ ബൈ പറയുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഐഫോണിലെ ചാർജ് നല്ല രീതിയിൽ കുറഞ്ഞു, ഗണ്യമായി കുറഞ്ഞു. ഇനി ഫോണിൻ്റെ ബാറ്ററി ഹെൽത്ത് അഫക്റ്റ് ചെയ്യും. സോ ടുഡേ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഇനി നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം ഫിഷിംഗ് ആയിട്ട് ഇറങ്ങാനാണ്. അപ്പോൾ സി യു വൺ ആൻഡ് ഓൺലി ഫേവറേറ്റ് വേട്ടക്കാരൻ സൈനിങ് ഓഫ് ഗായ്സ്, ബൈ. അപ്പോൾ ഗായ്സ്, നമ്മളിത് രാവിലെ തന്നെ ഞാൻ ഇവിടെ സ്ട്രീറ്റിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഏർലി ഇൻ ദ മോർണിംഗ് ആണ്, 6 o'clock. പിന്നെ നമ്മുടെ അതിൽ റോഡുണ്ട്, നമ്മുടെ ടാക്ടേഴ്സ് ഉണ്ട്. പറ്റിയൊരു ബാഗ് കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകാനുള്ളൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഞാൻ പറഞ്ഞ എന്തോരം കേൾക്കാൻ വേണ്ടെന്നറിയില്ല. ട്രാഫിക് ഉള്ളതുകൊണ്ട് നല്ല ലൗഡാണ്. നമ്മൾ ഫിഷിങ്ങിന് പോകാൻ നിൽക്കുകയാണ്. നമ്മൾ വേറെ സ്ഥലത്ത് നിന്നിട്ട് നമ്മുടെ ഒരു പടിയുണ്ട്. ഇന്നലെ റോഡ് വാങ്ങാൻ പോയപ്പോൾ പരിചയപ്പെട്ട ഒരു പടിയാണ്. വേറെ എനിക്ക് പരിചയമൊന്നുമില്ല ആളെ. എന്തായാലും ഞങ്ങൾ കമ്പനിയായി. ഞങ്ങൾ
പുള്ളിയുടെ ഒപ്പം അജ്മാനിലേക്ക് ഇട്ടിട്ട് അവിടെ പോയി ഫിഷ് ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ സിക്ക് ലീവൊക്കെ നൈറ്റ് ഷിഫ്റ്റൊക്കെ മാറ്റിയാണ് പണിയൊക്കെ ഒപ്പിച്ചേക്കണത്. ഭയങ്കര ഭ്രാന്ത് തന്നെയാണ്. വീട്ടിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വളമായിരിക്കും കമ്പനിയിലിറക്കി ചോദിച്ചാൽ. അപ്പോൾ എന്തായാലും നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. അപ്പം ഞാൻ നേരെ ഷാർജ എയർപോർട്ടിൽ നിന്ന് ബസ് പിടിച്ച് റോള ഏരിയ ചെന്ന് ഇറങ്ങിയിട്ട് അവരുടെ ഒപ്പം നമ്മുടെ ഫിഷിംഗ് ബഡീസിൻ്റെ ഒപ്പം കാറിൽ കയറി ഞങ്ങൾ അജ്മാനിലേക്ക് പോകുന്നു, 3 പേരും കൂടെ ഒരുമിച്ച്. സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്മാൻ അൽസോറ എന്ന് പറഞ്ഞ ഏരിയയാണ്. ഒരു രക്ഷയില്ല, അത് അടിപൊളി സ്പോട്ടാട്ടോ ഞങ്ങൾ ചെന്നത്. എന്തായാലും നല്ല ഭംഗിയുള്ള നീലക്കടലും കുറേ സീഗിൾസും എല്ലാം കൊണ്ട് വൈബേഷായിട്ടൊരു സ്ഥലമാണ്. ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കുറേ പേര് ടെൻ്റ് അടിച്ചെടുക്കുന്നുണ്ട്, കുറേ കപ്പിൾസ് ഉണ്ട്, കുറച്ച് അങ്ങനെ വൈബൊക്കെ ആയിട്ടുള്ള കലാപരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ കുറേ റിച്ച് ടീം സർവീസൊക്കെ വന്ന് ചൂണ്ടയിടുന്നു, ഗ്രില്ലടിക്കുന്നു, ബാർബിക്യൂ, അങ്ങനെ എല്ലാ കലാപരിപാടികളും ചെയ്യാൻ പറ്റുന്ന ഒരു ഭീകരൻ അടിപൊളി സ്പോട്ടാണ് അജ്മാൻ അൽസോറ. അപ്പോൾ ഇതാണ് നമ്മുടെ ഭീകരനായ വണ്ടി. എൻ്റെ അമ്മ ഒരു കിടുക്കുക വെച്ച് മുതൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ല രാവിലെ ആയി. ഇപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഇത്തിരി ലേറ്റായിട്ട് ഞങ്ങളെല്ലാം കൂടെ കെട്ടിപ്പറക്കി ഫുഡൊക്കെ കഴിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം വൈകിപ്പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോണ്ട സിവിക്ക്, ജോബിച്ചേട്ടൻ്റെ വണ്ടി. അടിപൊളിയായിട്ട് നല്ല വർക്കൊക്കെ ചെയ്ത് വെച്ചിരുന്ന സാധനമാട്ടോ. റെഡ് ഇൻറ്റീരിയറൊക്കെയാണ് ചെയ്ത് വെച്ചാണ് ഉള്ളിൽ. അതേപോലെ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട് വണ്ടി. അപ്പോൾ ഇതാളെ പരിചയപ്പെടുത്തി തരാം. ഇതാണ് ജോബിച്ചേട്ടൻ്റെ അനിയൻ. പേരെന്തായിരുന്നു? എബി. ഞങ്ങൾ ഇന്നലത്തെ പരിചയം വെച്ച് ഇറങ്ങിയങ്ങനെയാണ്. ജോബി ചേട്ടനെ എനിക്ക് ഇന്നലെ ഫിഷിംഗ് ഷോപ്പിൽ വെച്ച്, അവിടെ ടാക്കർ ഷോപ്പിൽ വെച്ച് കണ്ടുള്ള പരിചയമുള്ളൂ. എനിക്ക് അതുപോലെ ഒരു പരിചയമില്ല. അപ്പോൾ ഇന്നലത്തെ ഒറ്റ പരിചയം വെച്ചോണ്ട് പിറ്റേ ദിവസം രാവിലെ ഡ്യൂട്ടി മാറ്റി നൈറ്റ് ഷിഫ്റ്റും ആക്കിയിട്ട് ഇറങ്ങിയേക്കണതാണ് മീൻപിടുത്തത്തിന് വേണ്ടി മാത്രം, ആ ഒരു ഭ്രാന്തിന് വേണ്ടി മാത്രം. അപ്പോൾ ഞങ്ങൾ കുറേ നേരം നോക്കി, ഞങ്ങൾക്ക് പക്ഷേ ഒന്നും കിട്ടിയില്ല അൺഫോർച്ചുനേറ്റ്ലി. ഞങ്ങൾ പിന്നെ 3 പേരും വൈകി കഴിഞ്ഞ് അടുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കയറി പോകാനുള്ള പ്ലാനാക്കി. അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ മൊത്തത്തിൽ മടുത്തു. ഞങ്ങൾ വന്നത് ഇത്തിരി ലേറ്റ് ആയി, 8 മണിയൊക്കെ ആയപ്പോഴാണ് വന്നത്. മീനൊന്നും അടിയൊന്നും ഉണ്ടായിരുന്നില്ല, മൊത്തത്തിൽ ശോകമായിരുന്നു. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ദിവസം വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചുള്ള പ്ലാനിങ്ങിലാണ്. ഞങ്ങൾ മൊത്തത്തിൽ എക്സോസ്റ്റഡ് ആയി. ഇപ്പോൾ ഒരു 10-11 മണിയൊക്കെ കാണും. പിന്നെ എനിക്കിന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ്. എനിക്ക് ഉടനെ പോയി കുറച്ച് നേരം കിടന്നെങ്കിലും ഉറങ്ങിയാലാണ് നൈറ്റ് ഡ്യൂട്ടി പിടിച്ചേക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്. ഓക്കെ.